ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച ഉന്നതതല യോഗം ഇന്നാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർക്കശമായ നടപടികളിലൂടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്ന് പണം സമ്പാദിക്കാനുള്ള ഹീനമായ ശ്രമമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ നടത്തിയത്. ഇതിൽ 3-4 ലേണിംഗ് ആപ്പുകളും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ ഈ ആപ്പുമായി ഇത്തരം ഹീനപ്രവൃത്തി ചെയ്ത ആളുകളൊന്നും രക്ഷപ്പെടാതെ വിദ്യാഭ്യാസ വകുപ്പ് അതിശക്തമായ നടപടിയെടുക്കുമെന്നാണ് വളരെ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നമുക്ക് ഇന്നലെ വൈകുന്നേരം അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ ആരോപണ വിധേയനായ MS സൊല്യൂഷൻസിൻ്റെ ഉടമ പറയുന്നത് അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്നാണ്. ഈ ആപ്പ് തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ MS സൊല്യൂഷൻസ് മാത്രമല്ല മറ്റ് ചിലരും ഈ കാര്യത്തിൽ ഇത്തരം വൃത്തികെട്ട പരിപാടി ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം നമുക്ക് MG പ്രതീക്ഷയിലേക്ക് പോകണം, തിരുവനന്തപുരത്ത്. അത് കഴിയുമ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ നമ്മുടെ നിരീക്ഷകൻ കൂടിയായ B ദിലീപ് കുമാറും ചേരും. ആദ്യം പ്രതീക്ഷയിലേക്ക്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, വളരെ കർക്കശമായ നടപടി ഉണ്ടാകുമെന്ന സൂചന വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വരുന്നുണ്ട്. മുളയിലെ ഇതൊക്കെ നുള്ളിക്കളയണം എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയുടെ അത്രയും പ്രാധാന്യത്തോടെ ഈ ക്രിസ്മസ് ഓണ പരീക്ഷകളെ കൊണ്ടുവരാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രമത്തെയാണ് ഇവർ തച്ച് തകർത്തത്. പറയൂ വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ച വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. കാരണം കുട്ടികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ചോർച്ചയിലൂടെ നടന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർക്കശമായ നടപടി ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇന്ന് വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേരുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ വകുപ്പ് തലത്തിൽ എന്ത് നടപടി വേണമെന്നതാണ് പ്രധാനമായും ഈ യോഗത്തിലെ അജണ്ട. ഈ പ്രത്യേക ഒരു സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് ഈ മുന്നണിക്കുള്ളിൽ തന്നെ ആവശ്യങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് യോഗം നടക്കുന്നത്. ഒപ്പം ഈ നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ പോലീസിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും അതിൽ തുടർ നടപടി ഒന്നും ആയിട്ടില്ല. അക്കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. കാരണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം മറ്റ് നടപടികളിലേക്ക് കടന്നാൽ മതി എന്നതാണ് നിലവിൽ പോലീസിൻ്റെയും തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ആദ്യഘട്ടത്തിൽ കടക്കുന്നത്. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം വന്നതിന് പിന്നാലെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് പോലീസ് എന്തായാലും കടക്കും. കാരണം ഒരു സൈബർ കുറ്റകൃത്യം ഉൾപ്പെടെ ഇതിൽ നടന്നിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും വിലയിരുത്തുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചില അധ്യാപകർക്കും പങ്കുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ സ്വകാര്യ ട്യൂഷൻ നടത്തുന്ന അധ്യാപകർ ചോദ്യപേപ്പർ ചോർത്തി നൽകി എന്നതാണ് പ്രാഥമികമായും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിരോധിക്കുന്നതും ഒപ്പം അതിനെതിരെ ശക്തമായ നടപടികളിലേക്കും വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നുണ്ട്. അക്കാര്യവും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. നേരത്തെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ചില ട്യൂഷൻ അധ്യാപകരും മറ്റു ചില ജീവനക്കാരും ഒക്കെ തന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരമുണ്ട്. മാത്രമല്ല ഈ MS സൊല്യൂഷൻസ് അവർ കൂടാതെ ഒരു 2-3 ലേണിംഗ് ആപ്പുകളും ഇതിലുണ്ട്. 4 പേരോളം ഉണ്ടെന്നാണല്ലോ വിവരം. നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല ഇവർ നടത്തിയ ഹീനപ്രവൃത്തിയുടെ പരമമായ ലക്ഷ്യം എന്തായിരുന്നു ദിലീപ് കുമാർ? SKN, വളരെ ഗൗരവത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ കാണുന്നത്. പാദവാർഷിക അർദ്ധവാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് ചോർന്നത്. അത് സാധാരണഗതിയിൽ പൊതുപരീക്ഷയ്ക്കുള്ള ഒരു വലിയ തയ്യാറെടുപ്പുകളോ അതിൻ്റെ രഹസ്യാത്മകതയോ ഒന്നും ഈ പാദവാർഷിക അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർന്നതിന് വളരെ ഗൗരവത്തോടു കൂടി വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വൈകിട്ട് 5 മണിക്കിന്ന് ഉന്നതതല യോഗം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചുമതലയുള്ള ഡയറക്ടർ സെക്രട്ടറി, അതോടൊപ്പം തന്നെ പൊതുപരീക്ഷകളുടെ ചുമതലയുള്ള സെക്രട്ടറി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ DGPക്കും അതോടൊപ്പം തന്നെ വിജിലൻസിനും പരാതി നൽകിയിരുന്നു. കോഴിക്കോട് DDEയും സമാനമായ നിലയിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസ് എതിരെയാണ് ഈ പരാതിയുള്ളത്. കഴിഞ്ഞ ഓണപ്പരീക്ഷയുടെ ചോദ്യപേപ്പറും ഇതേ രീതിയിൽ ചോർന്നു എന്ന ആരോപണമുണ്ടായിരുന്നു. അന്ന് ഈ MS സൊല്യൂഷൻസിൻ്റെ ഡയറക്ടറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നല്ലാതെ മറ്റു കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. അത്തരം കാര്യങ്ങളാകാം ഒരുപക്ഷെ ഇത്തരം ഈ യൂട്യൂബ് ചാനലുകളെ ഈ ചോദ്യപേപ്പർ വീണ്ടും നൽകുന്നതിനൊരു പ്രൊഡിക്ഷൻ എന്നുള്ള നിലയിലാണ് പരീക്ഷയുടെ തലേ ദിവസം
ഇവർ ഈ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് എന്ന നിലയിൽ യൂട്യൂബ് ചാനൽ നൽകുന്നു. അതുവഴി ഈ യൂട്യൂബ് ചാനലിലായിരിക്കാം ശരിയായ ചോദ്യങ്ങൾ വരിക എന്ന അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ വരിക്കാരുടെ എണ്ണം കൂട്ടുക, അവരുടെ ആപ്പുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കുക, ഇതാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ MS സൊല്യൂഷൻസ് അടക്കം ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള ലേണിംഗ് ആപ്പുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ അവരുടെ ഒരു തന്ത്രം. അത് ഏതായാലും ഇനി ഇത് ആവർത്തിക്കാൻ കഴിയില്ല. പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നത് വാസ്തവമാണ്. കാരണം കഴിഞ്ഞ SSLC പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇവരുടെ പ്രഡിക്ഷൻ പ്രകാരമായിരുന്നില്ല. പക്ഷേ അത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ഈ നിലയിൽ ഈ ചെറിയ പരീക്ഷകളുടെ പോലും ചോദ്യപേപ്പർ ചോർത്തുന്ന സാഹചര്യത്തിൽ അത്തരം നടപടികളിലേക്കൊക്കെ ഒരുപക്ഷെ ഈ ലേണിംഗ് ആപ്പുകൾ കടന്നേക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തന്നെ ഗൗരവമായ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ, താങ്ക് യു MG പ്രതീഷ്. ഇതിൻ്റെ തന്ത്രം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് ഈ ഓണപരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും ഒക്കെ ചോദ്യ പേപ്പറുകൾ യൂട്യൂബിലെ അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയുന്ന കേരളത്തിലെല്ലാം കൂടെ 47 ലക്ഷം കുട്ടികളുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഇത്രയധികം കുട്ടികൾ ഇവരുടെ പേജിലേക്ക് വരികയാണെങ്കിൽ യൂട്യൂബ് വഴിയുള്ള അവരുടെ വരുമാനം വർദ്ധിക്കും. അത്തരം നെറികെട്ട പരിപാടിയാണ് ഈ ലേണിംഗ് ആപ്പുകളും ഈ സൊല്യൂഷൻസും, അതായത് ഇന്നലെ തട്ടിപ്പ് നടത്തിയ MS സൊല്യൂഷൻസും എല്ലാം കൂടി നിർവഹിച്ചത്. എന്തായാലും ഇത് മുളയിലെ നുള്ളിക്കളയണം. കാരണം വിശുദ്ധമായി പരീക്ഷ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം പുഴുക്കുത്തുകൾ ചെയ്യുന്ന ഹീനമായ കർമ്മത്തെ നമ്മൾ എന്ത് വില കൊടുത്തും ചെറുത്ത് തോൽപ്പിക്കണം. കാര്യം നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കുന്ന കുട്ടികളോട് നടത്തുന്ന ഒരു വെല്ലുവിളി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കർക്കശമായ നടപടികളുമായി മുന്നോട്ട് പോകണം. ഇന്ന് വൈകുന്നേരം ചേരുന്ന യോഗത്തിൽ മന്ത്രി ശിവൻകുട്ടി നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.